സാറ് പറഞ്ഞതുപോലെ ക്ലെയ്ഡൻ്റെയും ക്യാരക്ടറിൻ്റെയൊക്കെ ടെക്സ്റ്റ് ഞാൻ നേരത്തെ റെഫർ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഈ മാസ്റ്റർ കെയുടെ ക്ലാസ്സില് ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം അങ്ങനെ കൂടുതൽ ടെക്സ്റ്റ് റെഫർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം ഈ ടെക്സ്റ്റിനകത്തുള്ള മാക്സിമം ടോപ്പിക്കും അതിൻ്റെ എക്സ്പ്ലനേഷന്, ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെക്കൊണ്ട് സാറ് ചെയ്തു തരുന്നുമുണ്ട്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് സാറ് ചെയ്യാത്തത് നമുക്ക് ആ പ്രിൻ്റിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുമുണ്ട്. PDF ഫയലിനകത്തും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കിയ ഒരു ക്വസ്റ്റ്യനായിരുന്നു. അപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെയുള്ള എനിക്കും അതായിരുന്നു ഡൗട്ട് തോന്നിയത്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെ കൊടുത്തിരുന്നതെന്ന്. ഇപ്പം ആ ഒരു PDF വായിച്ചപ്പം എനിക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ കോച്ചിങ് ക്ലാസ്സിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് മാസ്റ്റർ കെയുടെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത്. കോഴ്സ് PSC പഠിച്ച് നേടണമെന്നും പറഞ്ഞുകൊണ്ട് പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങിയതും മാസ്റ്റർ കെയുടെ ക്ലാസ്സാണ്. കാരണം ഞാൻ 2015 MSc കഴിഞ്ഞ ആളാണ്. അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് ഇടയ്ക്ക് കുറേ ഗ്യാപ്പായി. പിന്നെ എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് കുറേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പം നേരത്തെയൊക്കെ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാ തവണയും പോകുന്ന കൂട്ട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് പഴയത് നോക്കുക, പിന്നെ ടെക്സ്റ്റിൽ അങ്ങനെ നോക്കുക, അങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഈ ഇതുപോലെ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൻ്റെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പഠിക്കണം എന്നും പറഞ്ഞ് ഞാൻ ഇതുപോലെ ഈ ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടെ കൺഫ്യൂഷൻ. എങ്ങനെ പഠിക്കണം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ടെക്സ്റ്റിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസും കുറേ എക്സ്പ്ലനേഷനും അല്ലേ. അപ്പോൾ എല്ലാം ഇത്ര മാസത്തിനുള്ളിൽ പഠിച്ച് തീരുമോ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കതിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായത് ഈ ഒരു ലേണിങ് ആപ്പ് വഴി ഞാൻ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാൻ മുൻപൊക്കെ എഴുതാൻ പോകുന്ന എക്സാം വെറുതെ അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ട് പോവുക, ഒരു എക്സാമിൻ്റേതായ രീതിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ക്ലാസ്സിന് കയറി സയൻറ്റിഫിക് ഓഫീസറിൻ്റെ അതിന് പ്രിപ്പയർ ചെയ്ത് പോയപ്പോഴാണ് എനിക്ക് എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം എങ്ങനെ PSC അറ്റൻഡ് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള എല്ലാ ഐഡിയയും കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ ഒരു യൂട്യൂബ് വീഡിയോ സാറ് തന്നെ ഇട്ടിരുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ ഓൺലൈൻ ക്ലാസ് എങ്ങനെ നമുക്ക് പഠിക്കേണ്ട മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്ന്. ശരിക്കും ഞാൻ ആ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ PDF നോട്ട് ഞാൻ എടുക്കുന്നുണ്ട്, ക്ലാസ് കാണുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തന്നെ ലെക്ചർ നോട്ട് ഒരു നോട്ട് ബുക്കിൽ ഞാൻ അതുപോലെ പ്രിപ്പയർ ചെയ്യുന്നു. ഈ രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം നേരത്തെ സബ്ജക്റ്റ് മറന്നിടത്തുനിന്നും ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. എക്സാം എഴുതാൻ പോകുമ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഇത് റിവിഷൻ നടത്തുന്നത് കൊണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നതിന് വെരി വെരി താങ്ക്സ്.